പീച്ചി ഡാം തുറക്കണമെന്ന് കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. എന്തുണ്ടായെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ചേട്ടനാണ് ഞാൻ പോണാലോ. അല്ലാതെ വേറെ വേറെ നമ്മളെല്ലാവരും ആകാംക്ഷയോട് കൂടി ഡാം തുറക്കണത് നോക്കി നിൽക്കുക. കുറേ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട്. ഇനി തുറക്കോ തുറക്കാതിരിക്കുമോ ഒന്നും അറിയില്ല. ഇപ്പൊ തുറക്കും. കാത്തിരിപ്പിനൊടുവിൽ തുറന്നത് ഇതാണ്. പോവാം. കണ്ണ് നിറയെ വെള്ളച്ചാട്ടം കണ്ടു. ചിപ്പൂസ് ആദ്യത്തെ ഡാം തുറക്കല് കാണായിരുന്നു. എന്നിട്ട് എല്ലാം പാളിപ്പോയി, ബ്ലിങ്ങായി. അപ്പൊ എന്തായാലും കണ്ട കാഴ്ചകൾ ഇത്രയുള്ളൂ. ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് സംഭവം ഒന്ന് വരുമ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പേപ്പറിലൊക്കെ കൊടുത്തായിരുന്നു, ന്യൂസ് പേപ്പറിൽ കൊടുത്തായിരുന്നു ഇന്ന് KSBക്ക് വേണ്ടിയുള്ള വെള്ളം വിടലാണെന്ന്. പക്ഷെ ഇന്നലെ രാത്രി TV-യിൽ കാണിച്ചത് വന്നിട്ട് ഡാം തുറക്കണു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത്ര തുറക്കും 5 സെൻറ്റിമീറ്ററാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ഗേറ്റ് തുറന്നുണ്ട്, നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. കാലത്തറിഞ്ഞ കാരണം നല്ല വിശപ്പ് വന്നു തുടങ്ങി. ഇവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഡാം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തവണ ഇങ്ങനെ ഡാം തുറന്നു കഴിഞ്ഞ് ചിപ്പൂസിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. പിന്നെ തുറക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി പക്ഷെ പറ്റിച്ച് കളഞ്ഞു. ഇതാണ് KSBയിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തുറന്നെങ്കിലും വെള്ളം ചാടണണ്ട. കുറെ പേര് ഈ പാലത്തിൽ വന്ന് നിന്നിട്ട് പോയി, തിരിച്ചു പോയി, കാണാണ്ടായപ്പോ. പിന്നെ എന്തായാലും കനാലിൽ ഇവിടെ വെള്ളം നിറയും, അതിന് ഈ വെള്ളം വിട്ടാലും നിറയും. പോവാം, ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കുറെ പേര് ഈ ജോലിക്കാർ 7 മണിക്ക് തുറക്കുന്ന ഈ TV-യിൽ വേറെന്താ ഇത് കൊടുത്തിട്ട് കൃത്യമായിട്ട് വ്യക്തത ഇല്ലാണ്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ സ്ഥലം കാലിയാക്കാം. വിശപ്പുണ്ട്. ഇവിടെ ചായക്കട ഈ സമയം അങ്ങനെ ചായക്കട അല്ലെങ്കിൽ ഇവിടുത്തെ കൗണ്ടറൊക്കെ ഉണ്ട് ശരിക്കും. അതൊന്നും തുറന്നിട്ടില്ല. തുറക്കുമ്പോൾ ഒരു 9 മണിക്കായിരിക്കും, 9-10 ആകുമ്പോൾ തുറക്കുള്ളൂ. ഇത് നമ്മുടെ ശ്രീധരി പാലം എന്ന് പറയാ. വലക്കാവ് ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ണാറ പീച്ചിലേക്ക് വരുന്ന വഴിക്കുള്ള
ശ്രീധരി പാലാണ്. ബീച്ചിൽ നിന്ന് വരുന്ന വെള്ളം ഈ വഴിക്കാണ് കനാലിൽ നിന്നുള്ളത് ഒഴുകണേ. ഇവിടെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലേ കൂടുതൽ. നമ്മൾ ബീച്ചിൽ നിന്ന് വെള്ളം വിട്ടപ്പോൾ ഇവിടെ എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാ. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ കാണാൻ. പക്ഷേ ഈ റോഡ് കണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ വെള്ളം എത്ര ഇവിടെ വിടുമ്പോൾ എത്രത്തോളം പൊങ്ങി വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വന്നു എന്നുള്ളൂ. ഇപ്പം തന്നെ വിട്ടിട്ടുള്ളൂ. ഇവിടെ ഓൾറെഡി വെള്ളം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഈ സൈഡ് കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. തുറക്കുന്നതായിട്ട് KSEBക്ക് വെള്ളം വിടുന്ന സംഭവം മാത്രം നമ്മൾ കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.